ഡാൻസ് ട്രൂപ്പ് തുടങ്ങിയതിനെ പറ്റിയിട്ടാണ്. അത് സംസാരിക്കാൻ ഒരാളും കൂടെ വേണം, കാരണം അതിനകത്തൊരു കഥയുണ്ട്, ഒരു എൻട്രി ഉണ്ട്. അതില്ലാതൊരു സുഖം വരില്ല. പെണ്ണേ ഒരു കാര്യം സംസാരിക്കാൻ നിങ്ങൾ കൂടെ വന്നേ പറ്റൂ. ഹായ്, നമസ്കാരം. ഇരിക്കും. ഹാപ്പി ആയാ? പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞോട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എനിക്കും ഭയങ്കര ഇഷ്ടം. ഞാൻ ചേട്ടയുടെ എപ്പോഴും പറയാറുണ്ട്, കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു പ്രാവശ്യം കാണുകയും ചെയ്തു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. അതിനെ ചീത്ത പറഞ്ഞു. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോ ചേട്ടനെ കണ്ടില്ല. അപ്പം നമ്മളൊരു സിനിമ ചേട്ടന്റെ ഒരു സിനിമ കാണുന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കും. അപ്പൊ എനിക്കെന്ന് കണ്ടിട്ട് അയ്യോ എനിക്ക് വന്ന് സംസാരിക്കണം. അപ്പൊ എന്നോട് അനിയനൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് പോയി പറയാൻ പാടില്ല, ഞാൻ ഇന്നാളുടെ വൈഫ്. ഞാൻ ഇല്ല, ചേട്ടയും കൂടെ വരട്ടെ. ആ സമയത്ത് നോക്കിയപ്പോ ആളെ കണ്ടില്ല. അല്ല ഞാൻ വന്നിട്ട് പിന്നെ ആള് പോവും ചെയ്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ. അല്ല ഇതിപ്പോ ആരാ ഇന്റർവ്യൂ പരിപാടി നമ്മൾ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി. ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പൊ പറഞ്ഞത്, ഞങ്ങളൊരു കാര്യം സംസാരിക്കാൻ തുടങ്ങുമായിരുന്നു ഡാൻസ് സ്കൂളിനെ പറ്റിയിട്ട്. പക്ഷെ ആ ഡാൻസ് സ്കൂളിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഇത് ഒരാൾ പോരാ, രണ്ടുപേരും വേണം. ഡാൻസ് സ്കൂൾ പൂട്ടിയ കഥയാണ് ഞാൻ ചോദിക്കുന്നത്. രസകരമായ കഥയാണ്. കാരണം എന്താ അറിയാമോ, ഈ ഡാൻസ് സ്കൂളിൽ കണ്ടുമുട്ടിയ ടീച്ചേഴ്സ് രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചു പോയപ്പോൾ ഡാൻസ് സ്കൂൾ പൊട്ടിപ്പോയെന്ന് പറയുന്ന ഒരു നരേഷൻ ഉണ്ട്. കത്തിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരത്തെ കണ്ടിരുന്ന പാരന്റ്സ് ഒക്കെ ഓ ടീച്ചർ സാർ എന്ന് പറഞ്ഞ ടീച്ചർ അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ. ഞാൻ അതിലേപ്പത്തേക്ക് എന്നെ കണ്ടപ്പോൾ അടുത്ത് അത് കുട്ടികളെ പഠിപ്പിക്കുന്നവർ തമ്മിൽ പ്രേമിക്കാൻ പാടില്ല. പ്രേമിക്കുക അത് കുഴപ്പമില്ല, പക്ഷെ ഒരു മാസം കൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നവരറിഞ്ഞ അത് കൂടാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തത് ആ പിള്ളേര് തന്നെയായിരുന്നു. വിളിച്ചിട്ട് വരാനായിട്ടേ 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ വിളിച്ചിട്ട് വരുന്ന രീതിയിലല്ല ഞാൻ പോയത്. പക്ഷെ പിള്ളേരാ പറഞ്ഞു നമുക്ക് കൊണ്ടുപോകാം, ചേച്ചിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതുപോലെ ഞങ്ങൾ പ്രോഗ്രാം ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് അത് തന്നെ അവരുടെ എല്ലാ പരിപാടിയും പൊളിച്ച് കളഞ്ഞു ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അത് ചെന്നപ്പോഴത്തേക്ക് അടുത്ത ആഴ്ച നിശ്ചയമാണ് കല്യാണം. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ അല്ല ഇങ്ങോട്ട് വരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നല്ലോ, പിന്നെ ഇതിന് ഉറപ്പിക്കണത് ഉറപ്പിച്ചിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ആൾ വരാൻ പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ പിള്ളേർ എന്നോട് പറഞ്ഞു ചേട്ടാ വിളിച്ചു നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കൊണ്ടുപോയേക്കണം വലിയ സ്കോർപ്പിയോനെ ഞങ്ങൾ ചെന്നേക്കണം. ഓട്ടോറിക്ഷയൊക്കെ രക്ഷപ്പെടാൻ പറ്റിയ വണ്ടിയായിട്ട് ചെന്നേക്കണം. അപ്പോൾ പിള്ളേർ നിർമ്മിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, വീട്ടിൽ ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ ഈ അരമതലിന് അപ്പുറത്തായതുകൊണ്ട് എന്നെ തല്ലിയില്ല. ഇപ്പുറത്താണെങ്കിൽ അപ്പടിച്ചേനെ, അല്ല അത് ചാടി വരണം ഇപ്പുറത്തോട്ട്. അപ്പോൾ തല്ലിയാനായിട്ടാന്ന് പറഞ്ഞു തന്നെ, ചൂലിനടിച്ചേനെന്ന് എന്താ പറഞ്ഞല്ലേ. ഇല്ല സത്യം സത്യം അപ്പൊ ഞാനും പറഞ്ഞു ശരിയല്ലേ വേണ്ട, നിങ്ങൾക്ക് താല്പര്യമല്ലേ വേണ്ട, ഓക്കെ ഒരു പ്രശ്നമില്ല, തലയിലും തൊട്ട് സത്യം ചെയ്ത് അമ്മയുടെ ഞാൻ ശല്യം ചെയ്യാൻ പറ്റില്ലാട്ടാന്ന് പറഞ്ഞു. എന്നിട്ടാ വിളിച്ചിട്ട് പോകുന്നത്. അത് ഓട്ടോറിക്ഷയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഓട്ടോറിക്ഷക്കാരനും പറഞ്ഞു, അപ്പം തന്നെ പറഞ്ഞു നിങ്ങൾ ഒളിച്ചു വിടുവാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അതെ ഇറക്കി വിടുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതേ ഏട്ടാന്ന് പറയും. എന്നാൽ ഈ വഴി പോകണ്ട, പിടിക്കപ്പെടും, നമുക്ക് ഇപ്പുറേ പോകുന്നു. ആ ഉള്ളി വേറെ ലെവല്. അങ്ങനെ കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങളുടെ ഒരു പപ്സും ഉണ്ട് 300 രൂപ ഉണ്ട് ഒളിച്ചോടുമ്പോൾ. ഓട്ടോറിക്ഷയിൽ പിള്ളേരെ അടക്കം വെച്ച് ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ചെന്ന് പിന്നെ അവൻ്റെ അമ്മ സന്ധ്യാസമയത്ത് അമ്മ വാതിലിങ്ങനെ കൈ വെച്ചിരിക്കുക, എന്താ താജു? അപ്പം ഞാൻ ഇല്ലമ്മ വെറുതെ വന്ന്. അതാരാണ് ഞാൻ വിളിച്ചിട്ട് വന്നപ്പോൾ അതേപോലെ ഊറും താഴ്ത്തിട്ടിരുന്ന അമ്മ. പിന്നെ അവരൊക്കെ കൂടി വന്നിട്ട് നേരെ രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണമൊക്കെ കഴിച്ചിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ മറ്റേ കുഞ്ചാക്കോവനെ ശാലിനെയും കൊണ്ടുപോകണ പോലെ നോക്കിയാൽ പോണത്. ശാലിനിയുടെ കൂടെ കുറേ ആൾക്കാരുണ്ട്, ഇയാളുടെ കൂടെ. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കില്ല, എന്നെ കൊണ്ടുപോകാൻ ആളില്ല. ഞാൻ ബസ്സിറങ്ങി വീട്ടിൽ ചെന്ന് അമ്മ വാദിക്കിരിക്കുക. എന്നെ കണ്ടപ്പോഴേ എൻ്റെ ദൈവം എന്നൊരു അടി അടിച്ച് അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അത് വെറുതെ പറഞ്ഞു, എനിക്കിങ്ങനെ വെണ്ണുണ്ടെന്ന് പോലും നമുക്കറിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ പിള്ളേർ നല്ല തല്ലുകൊണ്ടെന്ന് കൂടെ വന്നവർ അവരെ തല്ലുമൊക്കെ തല്ലി കഴിഞ്ഞപ്പോൾ പെൺകുട്ടികളെ തല്ലിയപ്പോൾ പറഞ്ഞ് അവർ പറഞ്ഞു അവരും കൂടി വന്നാൽ പറയാമെന്ന് പറഞ്ഞു, ആൺകുട്ടികളും കൂടി. അപ്പോൾ അവന്മാരും കൊണ്ട് നിർത്തി ഒന്നിച്ച് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല എന്ന് ഒന്നിച്ച് പറഞ്ഞവർ. പിന്നെ എല്ലാവരും എൻ്റെ ഞങ്ങളുടെ കല്യാണത്തിന് ഫുള്ള് ഞങ്ങളെ കൊണ്ടുവരാനും ഒക്കെ പിള്ളേരാ മൊത്തം എല്ലാവരും. കാരണം ഒരു മാസം ഇയാൾ വന്നിട്ടുള്ളൂ. 3 മാസം. ഈ 3 മാസത്തിലല്ല എത്ര ശനി ഞായറുണ്ട് അത് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ നേരിട്ട്. അപ്പം സാജുവിന് ശരിക്കും ക്ലാസിക്കൽ അറിഞ്ഞൂടായിരുന്നു? ക്ലാസിക്കൽ പഠിപ്പിക്കാനല്ലേ വന്നത്? ആ ക്ലാസിക്കൽ പഠിപ്പിക്കാൻ. അപ്പം സാജുവിന് ക്ലാസിക്കൽ അറിഞ്ഞൂടായിരുന്നു? അല്ലാത്തതും ഇല്ലില്ല, നമ്മൾ അന്നത് ബ്രേക്ക് ഡാൻസ് ആയിരുന്നു.
പിന്നെ വാതിൽ ഷർട്ട് ഇറങ്ങി തന്നെ ഇങ്ങനെയൊക്കെ ഇടുള്ളൂ. പക്ഷെ ഈ ഡാൻസ് പ്രാന്ത് പിന്നെ എങ്ങനെയാ മാറിയത്? ഇതോടുകൂടിയാണോ മാറിയത്? അല്ല അതോടെ ഏകദേശം നിന്നല്ലേ. ഇത് തന്നെ നല്ല ഡാൻസ് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും അത് ഈസ്റ്റേണും വെസ്റ്റേണും കൂടി മിക്സ് ആയപ്പോഴത്തേക്ക് സംഭവം അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടിക്കെട്ടി അതോടെ ഡാൻസ് നിർത്തി. ഡാൻസ് നിർത്തിയല്ലേ? ഡാൻസ് നിർത്തിയിട്ട് പിന്നെ അതില്ല, കല്യാണം കഴിഞ്ഞാൽ അവിടെ സ്കൂളിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കിൻഡർ ഗാർഡൻ സ്കൂളുണ്ട് അവിടെ. ഡാൻസ് ടീച്ചേഴ്സ് ആയിട്ട് അതാ അവിടെയായിരുന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ ശരിക്കും നിർത്തിയത്. ഇത്രയും വലിയ പിള്ളേരെ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് പഠിപ്പിക്കുകയല്ലേ. ഇവിടെ നിർത്തിയിട്ട് മറ്റേനെ ഒതുക്കുമ്പോൾ ഇപ്പം ഇവിടെ വരും, പുറകെ വരും. എവിടെ സാറേ എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്നെ അവിടെ നിർത്തിയതല്ലേ നിങ്ങളോട് പറഞ്ഞേ. ഇവിടെ പിടിച്ചോട്ടെ, ഇവനെ പിടിച്ചോന്നിട്ട് ഞാൻ ഇവനെ നിർത്തിയിട്ട് അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇത് 3 കൂടി ഇങ്ങോട്ട് വരും. അവസാനം വട്ടം വരച്ചു കൊടുത്തു ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ. പിന്നെ ഈ വട്ടത്തിന് ഇടിയായി. ആനിവേഴ്സറി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു ഇനി നമ്മുടെ ലൈഫിൽ ഡാൻസ് ഇല്ല. പക്ഷെ അതല്ല പതിയെ ഉപദേശിച്ചിട്ടുണ്ടാവും ഇനി ഡാൻസ് കളിക്കണ്ട കേട്ടോ സാജു എന്ന് പറഞ്ഞു. അല്ലല്ല അതല്ല, അതിനിടയ്ക്ക് ഞങ്ങള് കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയായിരുന്നു. അതാണ് കൂടുതൽ നിർത്താൻ കാരണം. അല്ലായിരുന്നെങ്കിൽ പക്ഷെ ഇപ്പോഴും അത് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഞങ്ങൾ വേറെ തുടങ്ങി ഇങ്ങനെ പോകുന്നത്. സിനിമയിൽ കാണുന്ന സജു വേറെയാണല്ലോ. അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അപ്പോഴുണ്ടായിരുന്ന അഡ്വൈസ് എന്തായിരുന്നു കൊടുത്തിരുന്നത്? ഞാനങ്ങനെ അഡ്വൈസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒരു അഡ്വൈസ് തന്നിട്ടുള്ളൂ, ഒരാളെ മനസ്സിലാക്കണം. ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ അത് ആരാണെന്ന് ആൾ കണ്ടാൽ മനസ്സിലാവണം. അങ്ങനെ എല്ലാം പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞു. ഇപ്പോഴും എനിക്കില്ലാത്ത എൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ അത്. ഒരു പ്രശസ്തനായിട്ടുള്ളൊരു ഡയറക്ടർ എന്ന് വെച്ചാൽ തന്നെ എനിക്ക് അറിയാൻ പറ്റില്ലെന്നേ. പേര് പറഞ്ഞ് നമുക്ക് പേര് പിന്നെ ആളുടെയൊക്കെ പറഞ്ഞാൽ അറിയാം. പക്ഷേ ഈ ആൾ മുമ്പ് വെച്ച് ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് എയർപോർട്ട് വെച്ചിട്ട് ഫ്ലൈറ്റ് വെച്ച് സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത സീറ്റിലിരുന്ന ആളും മെയിനായിട്ടുള്ള ഡയറക്ടറാണ്. വീണ നായരിൽ സംസാരിക്കുമോ, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കേ. കാരണം അവിടെ ഫ്ലൈറ്റ് എയർപോർട്ടിൽ നിന്ന് പോയി നീ ആരോട് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് ഇന്നാളോ അയ്യോ ഞാൻ പോയി ഞങ്ങൾ ചെല്ലി ചിലപ്പോൾ അത് പ്രശസ്തമായിട്ടുള്ള ഡയറക്ടർ അല്ല പിന്നീട് ഒരാളോട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നോട് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ പോരായ്മ അത്, ഒരാളെ നമ്മൾ മനസ്സിലാക്കി വെക്കില്ല. എന്നോടൊന്ന് ചോദിക്കും എന്റെ സിനിമയിലെ ആളാരാന്ന്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, കളിക്കണത് ഗെയിം ആയിരിക്കും, ഫുൾ ടൈം ഗെയിമാണ്. ടോയ്ലറ്റിൽ ഞാൻ നേരത്തെ താമസിച്ച വീട്ടിൽ ടോയ്ലറ്റിൽ ഞാൻ ആംഗ്രി ബേഡ്സാണ് കളിക്കുന്നത്. അപ്പം എന്നൊക്കെ ഒച്ചയല്ലേ. അപ്പം അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി നിങ്ങളുടെ ബാത്റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കണമെന്ന്. അത് കാരണം ഞാൻ ഇപ്പം സൈലൻ്റ് ആക്കി വെച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത്. ഇന്നും 15 മിനിറ്റ് ഉണ്ടായിരുന്നു. തോക്കുമ്പോൾ ദേഷ്യമോ പിന്നെയും കളിക്ക് വരുന്നുണ്ട്. കൊറേ നേരം ഇതേപോലെ ആരെങ്കിലും വീട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോഴാണ് അതിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കണത്. അല്ല പോകണ്ടെന്നുണ്ടെങ്കിൽ അത് അരമണിക്കൂറിന് മേലേക്ക് ഇരുന്ന് ഇരിക്കും. അരമണിക്കൂറൊക്കെ ചെറുത്. പിന്നെ കാണുന്ന സോംബി സിനിമ ആണ്. സോംബീസിന്റെ സിനിമ രാത്രി 2 കണ്ടിട്ടേ കിടക്കുള്ളൂ. വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ സിനിമ കണ്ട് എനിക്ക് തലവേദനയായിട്ട് മെഡിക്കൽ ടെസ്റ്റിൽ ന്യൂറോനെ കണ്ടിട്ടാണ് തലവേദന മാറി. 3 മാസം മരുന്ന് കഴിച്ച് തലവേദന മാറി. തലവേദന തന്നെ എനിക്ക് വെട്ടം കാണാൻ പാടില്ല, ശബ്ദം കേൾക്കാൻ പാടില്ല, ഭയങ്കര പ്രശ്നമായിരുന്നു. അത് ഈ സിനിമ കണ്ട് അവിടെ ഇപ്പം ട്രൈപ്പോഡ് ഇരിപ്പുണ്ട്. ബെഡ്റൂമിൻ്റെ അടുത്ത് ട്രൈപ്പോഡ് വെച്ചിട്ട് മൊബൈൽ വെച്ചിട്ടിരുന്ന് കാണും. സോംബി പടം കണ്ടിട്ട് അപ്പം എന്നോട് പറയും ചേട്ടാ ഈ രാത്രി കിടക്കുമല്ലോ എന്തെങ്കിലും നല്ലത് വെച്ചിട്ട് കിടക്കും. നേരം വെളുത്ത് ഇയാൾ കണ്ണോർക്കുമ്പോൾ അതിൻ്റെ ബാക്കി കണ്ടുകൊണ്ട് കിടക്കായിരിക്കും. ഒരു ദിവസം സോംബി പടം കണ്ടിട്ട് ഞാനും സോഹൻലാലല്ലേ ഡയറക്ടർ, സോഹനും കൂടി കാട്ടിൽ കൂടി പോയിക്കൊണ്ടേ. കാട്ടിലൊരു വീടിനകത്ത് നിറച്ച് സോംബികളാണ്. പഴയ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഞാൻ കണ്ട സോംബി പടത്തിന് തന്നെ സോംബികൾ ഞാൻ ഒരു ഫൈറ്റ് ചെയ്ത് എല്ലാ സോംബിനെയും ഞാൻ തോപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സോഹനെ കാണാനില്ല. സോഹൻ്റെ കരച്ചിൽ വീടിൻ്റെ അകത്ത്. അവിടെ നിന്ന് ഞാൻ ഓടിച്ചു കഴിയുമ്പോൾ എന്നെക്കാളും 2 അടി ആയിട്ടുള്ളൊരു സോംബി നിൽക്കണം വാതിക്കെ. ഞാൻ ഒറ്റ ചവിട്ടി വെട്ടി ഞാൻ തെറിച്ചു പോകുന്നു. തെറിച്ചുകൊണ്ട് ഞാനൊരു പൈപ്പ് എടുത്തിട്ട് ഒറ്റ അടിയും കൊടുത്ത് സോംബിയിൽ ഒറ്റ കരച്ചില്ല. അമ്മച്ചേ കൊല്ലല്ലേ എന്ന് പറഞ്ഞു ഇടിച്ച് ഒറ്റ ഇട്ടികളൊക്കെ എടുത്തു. ഈ 3-4 ആഴ്ച മുമ്പ് സംഭവിച്ചത്. 1 മാസമായി ഒറ്റ ഇടി ഇടിച്ചിട്ട് കൈന്റെ ഇവിടെ ഇല്ലേ ഞാൻ കിടക്കുവായിരുന്നു. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ഇടിച്ച് തലയുടെ ഇവിടെ കുറച്ചു നേരത്തേക്ക് മരവിച്ചു പോയത്. എൻ്റെ ഒന്നും പറ്റിയില്ല, പക്ഷെ മരവിച്ചു പോയതാ. അപ്പഴേ അമ്മ സിനിമ കണ്ടിട്ടാന്ന് പറഞ്ഞു. സിനിമ അപ്പൊ ഞാൻ വിചാരിച്ചു ഉറക്കത്തിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ സാരിലായിട്ട് എനിക്ക് വേദന എടുത്തില്ല, കുഴപ്പമൊന്നുമില്ല, എവിടെ മരവിച്ചിരിക്കണമെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. കൊറേ നേരത്തേക്ക് ആ കൈ ഇവിടെ തന്നെ ഇരിക്കണ പോലെ. പിന്നെ ദിവസം ഇതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇതുപോലെ തന്നെ കൊണ്ടുപോകണം. ഓട്ടോറിക്ഷക്കാരനായിട്ട് രശ്മി സംസാരിച്ച് രശ്മിനോട് ചൂടായ ഓപ്ഷൻ ടിക്കറ്റ് ഓട്ടോറിക്ഷക്കാരനെ അടിച്ച് ഒറ്റ അധ്യാനം കൊടുത്തു. അപ്പോഴും അമ്മച്ചി ചെയ്യുന്നതിന് കരഞ്ഞ് ഇയാൾക്കിട്ട് തന്നെ കൊടുത്തത്. ആ സ്വപ്നത്തിൽ ഓട്ടോറിക്ഷക്കാരൻ്റെ അടിയും കൊണ്ട് എൻ്റെ അടിയും കൊണ്ട് ഇപ്പൊ കിടക്കുന്ന എങ്ങനെയാ തരുമോ. ഞാൻ സിനിമ കണ്ടെന്നിട്ട് ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ട് തല വെച്ച് കിടക്കണേ അങ്ങോട്ട് തല വെച്ച് കിടക്കും. അല്ല അത് അങ്ങനെ കിടന്നിട്ടാണ് ഇപ്പൊ വന്ന് എന്നെ ഇടിച്ചത്. ഞാനിത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കണല്ലേ.
അപ്പൊ എന്താ വെച്ചാൽ തിരിഞ്ഞു കിടക്കാം, ചിലപ്പോ ഇടി പ്രതീക്ഷിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പറേക്ക് തിരിഞ്ഞു കിടന്നു. തിരിഞ്ഞു കിടന്നപ്പോ ഏതോ ഓഫ് ചെയ്തിട്ട് എപ്പോഴോ എന്റെ അടുത്തേക്ക് തിരിഞ്ഞു ഇവിടെ വന്ന് കിടന്നിട്ട് അവിടെ വന്ന് ഇടിച്ചു. അപ്പൊ സോഹനോട് ഈ കഥ പറഞ്ഞപ്പോ സോഹൻ എന്നോട് പറഞ്ഞു ഇനി മുതൽ ലക്ഷ്മി ഹെൽമെറ്റ് വെച്ച് ഇടുന്നതാണ്.